എവിടെയായിരുന്നു? കുറെ നാളായല്ലോ കണ്ടിട്ട്. ലീവായിരുന്നു, ചിക്കൻ ബോക്സ് ആയിരുന്നു, അങ്ങനെ ജോയിൻ ചെയ്തുള്ളൂ. ഓ, അമ്മ ഭക്ഷണം കഴിക്കേ? വേണ്ട, മരുന്ന് കഴിക്കണ്ടേ? വേണ്ട, മരുന്ന് കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് മരുന്ന് കഴിക്കണ്ടേ? വേണ്ട, എനിക്ക് വേണ്ട. എന്ത് ഭക്ഷണം വേണ്ടാത്ത? മരുന്ന് കഴിക്കണ്ടേ? എനിക്ക് ഞാൻ പറഞ്ഞ ഭക്ഷണം മതി. എന്ത് ഭക്ഷണം വേണ്ട ഇനി? എനിക്ക് ഒരു അട വേണം. അട? ഇനി അട കഴിക്കാത്തതിന്റെ കുറവാ. ഇപ്പൊ കഞ്ഞിയുള്ള അത് കുടിക്കുവാണെങ്കിൽ വേറെ പണിയുണ്ട്. എടി, ആ ബെഡ് നമ്പർ 5 പേഷ്യൻ്റ് ഇല്ലേ? ആര്? ലക്ഷ്മി അമ്മയാ? ആ പേഷ്യൻ്റ് തന്നെ. അവർക്ക് എന്ത് പറ്റിയതാ? അവരുടെ മകൻ്റെ പെരുമാറ്റം അത്ര ശരിയായി എനിക്ക് തോന്നിയില്ല. ഞാൻ കുറേ നേരമായി ശ്രദ്ധിക്കുന്നു. അതിനകത്ത് അവരുടെ മോനൊന്നല്ല, ഒരു കെയർ ടേക്കറാണത്. അപ്പോൾ അവരുടെ മക്കളൊക്കെ? ഒരു മോനുണ്ടെന്ന് പറഞ്ഞേ, കാനഡയിലും അമേരിക്കയിലും എവിടെയാണ്. അപ്പോൾ അവർക്ക് വേറെ ആരും ഇല്ലേ? അവരുടെ ഹസ്ബൻഡ് മോൻ ചെറുതായിരിക്കുമ്പോൾ മരിച്ചതാ. അത് കഴിഞ്ഞ് പിന്നെ ഈ മോനെ നോക്കാനായിട്ട് അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ആ മോൻ അത്ര ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആള് പൈസ അയച്ചു കൊടുക്കും, പിന്നെ ഒരു കെയർ ടേക്കറിനെ നിർത്തിയിട്ടുണ്ട്. എൻഡ് ഓഫ് ലൈഫ് കെയർ ആയെന്നാ സാറ് പറഞ്ഞേ. ഇപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. എത്ര നാളുണ്ടാവും എന്ന് അറിഞ്ഞൂടാ. നീ എന്തെങ്കിലും നിൽക്കണേ? ഇങ്ങനത്തെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണോ, അതൊക്കെ ആലോചിച്ച് അതിന് തന്നെ നേരിട്ടാവുള്ളൂ. എന്നിട്ട് പണി ചെയ്തേ, നമുക്ക് കഴിയുമ്പോൾ വീട്ടിൽ പോണ്ടേ. അമ്മ ഭക്ഷണം കഴിച്ചില്ലേ ഇതുവരെ? അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കണ്ടല്ലോ. എനിക്ക് വേണ്ട. അതെന്താ അമ്മ ഭക്ഷണം കഴിക്കാത്ത? ഭക്ഷണം മരുന്നും കഴിച്ചാലല്ലേ ആരോഗ്യം നന്നാവൂ. ഞാനിനി എത്ര കാലം ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ ഈശ്വരൻ്റെ കയ്യിലല്ലേ. അമ്മ ഭക്ഷണം കഴിക്കാൻ നോക്ക്. ഞാൻ പറഞ്ഞ ഭക്ഷണം എനിക്ക് കിട്ടിയില്ല. അമ്മയ്ക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം? എനിക്കൊരു അട കഴിക്കണം. അടയോ? അമ്മയ്ക്ക് എന്താ അട കഴിക്കാൻ ഇത്ര ആഗ്രഹം? എൻ്റെ മോന് ചെറുപ്പത്തിൽ അട ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ അവൻ പിണങ്ങുമ്പോൾ ഞാൻ അവൻ അട ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ അവൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. എന്നിട്ട് എന്നോട് പറയും എൻ്റെ അമ്മേനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. വലിയ ജോലിത്തിരക്കുള്ള ആളൊക്കെ ആയില്ലേ, വലിയ ജോലിക്കായി, തിരക്കൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാവും എന്നെ കാണാൻ വരാത്ത. അതുകൊണ്ടല്ലേ ഹോം നേഴ്സിനെയൊക്കെ നിർത്തിയിരിക്കണം എന്നെ നോക്കാനായിട്ട്. അമ്മ വിഷമിക്കാതിരിക്കൂ, നമുക്ക് വഴിയുണ്ടാക്കാം. എനിക്കറിയാം ഇനി എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ കൊടുക്കുക, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത്? ഇത്രയും ആഗ്രഹിച്ച് പറയുകയും നമ്മുടെ ഫുഡ് നോർമലായിട്ടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്നാൽ കൊടുക്കുക. താങ്ക് യു മാഡം. താങ്ക് യു. അമ്മ ഉറങ്ങാണോ? എണീറ്റേ.
വയ്യ കുട്ടി. എനിക്കമ്മേ, ഞാൻ പിടിക്കാം. വാ. വയ്യ കുട്ടി. ഇത് നോക്കിയേ, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനം. കണ്ണ് തുറക്ക്. ഇത് നോക്കിയേ, എന്താണ്? വയ്യ കുട്ടി. നമ്മ കിടന്നു. കിടക്കണം. കിടന്നു. എന്താണെന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. എടാ ലക്ഷ്മി അമ്മ, പെട്ടെന്ന് വാ.